Hello guys, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമിനാറ്റീവ് കേസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ആണ്. നോമിനാറ്റീവ് കേസിനെ കുറിച്ച് നമ്മൾ ഈ ചാനലിൽ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോമിനാറ്റീവ് കേസ് കുറച്ചുകൂടി സിമ്പിളായിട്ടും ഈസി ആയിട്ടുമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. And today we are going to talk about German cases. As I said, German has 4 cases: nominative, accusative, dative and genitive. And this video is all about nominative case. ഒരു സെന്റൻസിലെ പ്രൊനോമൻ അല്ലെങ്കിൽ നൗണിന്റെ ഫംഗ്ഷൻ ആണ് ഒരു കേസ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് നോമിനാറ്റീവ്? What is nominative? The nominative is the original form of the noun or pronoun. In a German sentence, subject is always nominative. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെന്റൻസ് എപ്പോഴും നോമിനാറ്റീവ് കേസ് ആയിരിക്കും. ഒരു ജർമ്മൻ സെന്റൻസിലെ നോമിനാറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും. Hier sind einige Beispiele für diesen Nominativ Fall. നോമിനാറ്റീവ് കേസിൽ വരുന്ന കുറച്ച് ബൈഷ്പീൽ സെന്റൻസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ നോമിനാറ്റീവ് കേസിൽ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് വേർ ഉണ്ട് വാസ് ആണ്, അതായത് വു ആൻഡ് വാട്ട്. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഇഷ് ഷ്രൈബെ എറ്റ്വാസ്, ഐ റൈറ്റ് സംതിങ്. ഈ സെന്റൻസിലെ ഇഷ് എന്ന് പറയുന്നതാണ് നോമിനാറ്റീവ് കേസ്. ഇവിടെ ഇഷ് ഒരു പ്രൊനോമൺ ആണ്. ഈ സെന്റൻസിൽ നമുക്ക് നോമിനാറ്റീവ് കേസ് മനസ്സിലാക്കാൻ വേണ്ടി വെർ ഉണ്ട് വാസ്, അതായത് വു ആൻഡ് വാട്ട്, ഈ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ ആൻസർ ആയിരിക്കും നോമിനാറ്റീവ് കേസ്. അതായത് ഇതിനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വെർ ഷ്രൈബ്ഡ് എറ്റ്വാസ്, അതായത് വു റൈറ്റ് സംതിങ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ് ഇഷ് ഷ്രൈബെ എറ്റ്വാസ്. ഇങ്ങനെ നോമിനാറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയ വെർ ഉണ്ട് വാസ് ഇത് വരുന്നത് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നോമിനാറ്റീവ് കേസ് എന്ന്. ദ സെക്കൻഡ് ബൈഷ്പീൽ ഈസ് ഷീ സിങ്ഡ് സേർ ലൗഡ്. ഷീ സിങ്സ് വെരി ലൗഡ്. അവൾ ഉച്ചത്തിലാണ് പാടുന്നത്. ഇതിലെ പ്രൊനോമണായി വരുന്നത് സി ആണ്. ആരാണ് പാടുന്നത് എന്ന ചോദ്യത്തിന്റെ, അതായത് വെർ സിങ്ഡ് സേർ ലൗഡ്, അതിന്റെ ആൻസർ ആണ് വെർ സിങ്ഡ് സേർ ലൗഡ്. ആരാണ് ഉച്ചത്തിൽ പാടുന്നത്, അതിന്റെ ആൻസർ ആയാണ് സി സിങ്ഡ് സേർ ലൗഡ് എന്ന സെന്റൻസ് വരുന്നത്. ദ തേർഡ് വൺ ഈസ് ദസ് ഔട്ടോ ഈസ് കപ്പുട്ട്, ദ കാർ ഈസ് ബ്രോക്കൺ. ഇവിടെ നമുക്ക് നോമിനാറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ വാസ് ഈസ്റ്റ് കപ്പുട്ട് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആയിട്ടാണ് ദസ് ഔട്ടോ ഈസ്റ്റ് കപ്പുട്ട് എന്ന സെന്റൻസ് വരുന്നത്. അതായത് വാസ് ഈസ്റ്റ് കപ്പുട്ട്, വാട്ട് ഈസ് ബ്രോക്കൺ, ദ കാർ ഈസ് ബ്രോക്കൺ. വാട്ട് ഈസ് ബ്രോക്കൺ എന്ന വാസ് എന്ന വേഫ്രാഗ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ ആൻസർ ആണ് ഇത്. എന്താണ് അവിടെ ബ്രോക്കൺ ആയത്? അതാണ് അവിടെ നോമിനാറ്റീവ് കേസ്, അതായത് ഇതിലെ സബ്ജക്റ്റ് ദസ് ഔട്ടോ. റിമെമ്പർ, സബ്ജക്റ്റ് വിൽ ബി ഓൾവേസ് ദ നോമിനാറ്റീവ് കേസ്. നെക്സ്റ്റ് വൺ ഈസ് നോമിനാറ്റീവ് വെർബൻ, വെർബ്സ് വിത്ത് നോമിനാറ്റീവ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനാണ് വെർബ്. അങ്ങനെ നോമിനാറ്റീവിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വെർബുകളാണ്. ഈ വെർബുകൾ ഉപയോഗിച്ച് നമ്മൾ മെയിൻലി സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് വരുന്ന വെർബുകളാണ്: ദ ഫസ്റ്റ് വൺ ഈസ് സൈൻ. സൈൻ ബെഡോയിറ്റഡ് ടു ബി. ദ വേർഡ് ബെഡോയിറ്റഡ് മീൻസ്. ഒരു ജർമ്മൻ സെന്റൻസിലെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബാണ് സൈൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൈസൻ. ഹൈസൻ ബെഡോയിറ്റഡ് to be cold. Next one is werden. Werden bedeutet to become. The last one is bleiben.
bleiben bedeutet to stay oder remain. Beispiele. ഇതിനെ കുറിച്ച് എക്സാമ്പിൾ സെന്റൻസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. The first one is thus is ein house. That is a house. ഇവിടെ thus എന്ന് പറയുന്നതും house എന്ന് പറയുന്നതും that is a house രണ്ടും ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് കേസായി വരുന്നത് ein house ആണ്. The second one is heißt Matthew. He is called Matthew. അവന്റെ പേര് മാത്യു എന്നാണ്. heißt Matthew. ആണ് ഇവിടുത്തെ പേഴ്സണൽ പ്രൊനോമൺ. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെർബ് ഹൈസൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നോമിനാറ്റീവ് സെന്റൻസസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത്. The next one is she wird Einstein. She becomes a doctor. She becomes. She ist auch eine personal pronomen. ഈ സെന്റൻസിൽ അവൾ ഒരു ഡോക്ടർ ആകും എന്നാണ് ഈ സെന്റൻസ് മീൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് നോമിനാറ്റീവ് കേസ് ആണ് എന്ന് പറയുന്നത്. ഈ രണ്ട് സെന്റൻസിലും നോമിനാറ്റീവ് കേസായി വരുന്നത് സബ്ജക്റ്റ് ആണ്. അതായത് und sie ആർട്ടിക്കിൾസ് ഇൻ നോമിനാറ്റീവ്. ഒരു സെന്റൻസിൽ നമ്മൾ നൗൺ ഉപയോഗിക്കുമ്പോൾ ആ നൗണിന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ വേണം. ഒരു സിമ്പിൾ സെന്റൻസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കാർ. ഇവിടെ ഈ കാറിന്റെ കൂടെ എപ്പോഴും ഒരു ആർട്ടിക്കിൾ വേണം. ഇവിടെ വന്നിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ദാറ്റ് ഈസ് എ കാർ. നെക്സ്റ്റ് വൺ ഈസ് ദ ബുക്ക് ഈസ് വൈറ്റ്. ഇവിടെ ബുക്കിന്റെ കൂടെ വന്നിരിക്കുന്നത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇംഗ്ലീഷിൽ ഇത് ഈസിയാണ്. എല്ലാം നമ്മൾ ബെസ്റ്റിംഡർ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ എ എന്നതാണ് വരിക. ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ് ഫോം. Geschlecht means gender. But in German case, wir haben verschiedene Geschlecht. നോമിനാറ്റീവ് കേസിൽ ജെൻഡർ ആയിട്ട് വരുന്നത് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം und പ്ലൂറാൽ. നോമിനാറ്റീവ് കേസിലെ മസ്കുലിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിളായി വരുന്നത് ദർ ആണ്. അതുപോലെ തന്നെ ഫെമിനിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിളായി വരുന്നത് ദി ആണ്. നോയിട്രത്തിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിളായി വരുന്നത് ദസ് ആണ്. പ്ലൂറാൽ ഫോമിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിളായി വരുന്നത് ദി ആണ്. ഇതുപോലെ തന്നെ ബെസ്റ്റിംഡർ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ മസ്കുലിൻ ജെൻഡറിന്റെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായി വരുന്നത് ഐൻ ആണ്. അതുപോലെ തന്നെ ഫെമിനിന്റെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായി വരുന്നത് ഐനെ. നോയിട്രം ഐൻ. ബെസ്റ്റിംഡർ കേസിൽ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ഒരിക്കലും നമുക്ക് പ്ലൂറാൽ കേസ് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ദാറ്റ് ആർ ആപ്പിൾസ്, ദാറ്റ് ആർ എ ആപ്പിൾസ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ പ്ലൂറാൽ കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. നോമിനാറ്റീവ് കേസിന്റെ ആർട്ടിക്കിൾ വെച്ചുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോയിട്രം. ദസ് ഈസ് ein Buch. ദാറ്റ് ഈസ് എ ബുക്ക്. ഇവിടെ നോമിനാറ്റീവ് കേസിൽ നോയിട്രം ജെൻഡറിൽ നമുക്ക് ദസ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോയിട്രത്തിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിളായി വരുന്നത് ദസ് ആണ്. അപ്പോൾ ഈ നോയിട്രത്തിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ വെച്ച് നമുക്ക് ദസ് ഈസ് ein Buch, അതൊരു ബുക്കാണ്. ഇവിടെ ഒരു ബുക്ക് ആണ് എന്ന് കാണിക്കാനാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ജെൻഡർ, അതായത് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം ഓർ പ്ലൂറാൽ ഏതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആർട്ടിക്കിൾ എഴുതാൻ. ഇപ്പോൾ ഇവിടെ ഐൻ വരും. എല്ലാവരും ആ ടേബിൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.
ഇവിടെ നോയിട്രം കേസിലെ അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളായി വരുന്നത് ഐൻ ആണ്. അപ്പോൾ അതൊരു ബുക്കാണെന്ന് പറയുമ്പോൾ അതവിടെ വരുന്നത് ദസ് ഈസ്റ്റ് ഐൻ ബുക്ക് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ട് എഴുതുമ്പോൾ ദസ് ബുക്ക് ഈസ് ടു വൈസ്, അതായത് ദ ബുക്ക് ഈസ് വൈറ്റ്. ഇവിടെ നമ്മൾ ആ സബ്ജക്റ്റിനെ, അതായത് സബ്ജക്റ്റ് ആണ് നോമിനാറ്റീവ് കേസിൽ വരിക. അത് നമ്മൾ എന്തായിട്ടാണ് എഴുതുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിന്റെ ആർട്ടിക്കിൾ നോയിട്രം കേസിൽ ദസ് ആയിരിക്കും വരിക. അപ്പോൾ ഇത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ പറയുമ്പോൾ ദസ് ബുക്ക് ഈസ് വൈസ്, ദാറ്റ് ബുക്ക് ഈസ് വൈറ്റ്. ഇനി അടുത്തത് പ്ലൂറൽ കേസാണ്. ദസ് സിന്ത് ഫ്ലാഷൻ, ദീസ് ആർ ബോട്ടിൽസ്. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ പ്ലൂറൽ കേസിൽ നമ്മൾ ഒരിക്കലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. അപ്പോൾ ദസ് സിന്ത് ഫ്ലാഷൻ, ദീസ് ആർ ബോട്ടിൽസ്, ദീസ് ആർ എ ബോട്ടിൽസ് എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ നമ്മളിവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പ്ലൂറൽ കേസിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനെ തന്നെ, അതായത് പ്ലൂറൽ കേസിനെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വെച്ച് ഒരു ബൈഷ്പീൽ നോക്കുകയാണെങ്കിൽ ദി ഫ്ലാഷൻ സിന്ത് ലീർ. ദി ഫ്ലാഷൻ അവിടെ എന്താണ്? പ്ലൂറൽ കേസ് ആയതുകൊണ്ട് തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് വരും. ദി എന്നാണ് വരുന്നത്. ദി ബോട്ടിൽസ് ആർ എംപ്റ്റി, അതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് ഫെമിനിൻ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ റോസെ, റോസെ മീൻസ് റോസ്. അപ്പോൾ ഇത് ഫെമിനിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നത് ഐനെ ആയിരിക്കും. അതുകൊണ്ട് ദസ് ഈസ്റ്റ് ഐനെ റോസെ മീൻസ് ദാറ്റ് ഈസ് എ റോസ്. അതുപോലെ തന്നെ ഇത് ഇൻഡെഫിനിറ്റ് മാറിയിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? നമുക്കൊരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ ദ റോസ് ഈസ് പിങ്ക്, അത് പറയാൻ വേണ്ടി നമ്മൾ റോസിനെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ അത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആണ് റോസിന്റെ കൂടെ വരേണ്ടത്. സോ നമുക്ക് ദി റോസ ഈസ്റ്റ് റോസ, റോസ ബെഡോയിറ്റഡ് പിങ്ക്. അപ്പോൾ ദ റോസ് ഈസ് പിങ്ക്. ഇനി നമ്മൾ മസ്കുലിൻ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മസ്കുലിൻ കേസിൽ അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളായി വരിക ഐൻ ആണ്. അതുപോലെ തന്നെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ദർ ആണ് വരിക. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ സെന്റൻസസ് നോക്കുകയാണെങ്കിൽ ദ സീസ്റ്റ് ഐൻ ബൗം, ദാറ്റ് ഈസ് എ ട്രീ. എ ട്രീ എന്ന് പറയാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? അൺബെസ്റ്റിംഡ് ആർട്ടിക്കിളായ ഐൻ ഉപയോഗിക്കും. മസ്കുലിൻ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൽ ഒരു ബൈഷ്പീൽ നോക്കുകയാണെങ്കിൽ ദർ ബൗം ഈസ്റ്റ് ഗ്രീൻ, എന്താണ്? ദ ട്രീ ഈസ് ഗ്രീൻ. അപ്പോൾ ആ ഒരു അഡ്ജക്റ്റീവ് പറയാനായിട്ട് നമ്മൾ നോമിനാറ്റീവ് കേസ് എന്താണ്? ദ ട്രീ. ദ ട്രീ എന്ന് പറയാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ട്രീ എന്നത് മസ്കുലിൻ ആണ്. അതുകൊണ്ട് മസ്കുലിൻ ബെസ്റ്റിംഡ് ആർട്ടിക്കിളായ ദർ ഉപയോഗിക്കും. ദർ ബൗം ഈസ്റ്റ് ഗ്രീൻ, ദ ട്രീ ഈസ് ഗ്രീൻ. അടുത്തതായി നമ്മൾ നോമിനാറ്റീവ് കേസിന്റെ ആർട്ടിക്കിളായിട്ട് വരുന്ന നെഗാക്സിയോൺ, അതായത് നെഗറ്റീവ് ആർട്ടിക്കിൾ, നോ അല്ലെങ്കിൽ അല്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നെഗാക്സിയോൺ ആർട്ടിക്കിൾ കാണിക്കാനുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തെ നെഗേറ്റ് ചെയ്യുന്നത്, അതായത് അല്ല എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു ബൈഷ്പീൽ പറയുകയാണെങ്കിൽ ഹി ഈസ് നോട്ട് ആൻ ആക്ടർ, അവനൊരു ആക്ടർ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെഗേഷൻ വ്യോർട്ടർ ആണ് കൈൻ. മസ്കുലിന്റെ നെഗാക്സിയോൺ ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത് കൈൻ ആണ്. ഇത് നമ്മൾ അൺബെസ്റ്റിംഡ് അല്ലെങ്കിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിന്റെ ജെൻഡർ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ആക്ടർ അല്ലെങ്കിൽ ഷൗസ്പീലർ എന്ന് പറയുന്നത് മസ്കുലിൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ കൈൻ എന്ന് ചേർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവനൊരു ആക്ടർ ആണ് എന്ന് പറയാൻ എങ്ങനെ പറയും? എർ ഈസ്റ്റ് ഐൻ ഷൗസ്പീലർ.
അവനൊരു ആക്ടർ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എർ ഈസ്റ്റ് കൈൻ ഷോസ്പീലർ എന്ന് പറയുന്നത്. ഇത് മസ്കുലിൻ കേസിൽ ആണ്. അടുത്തതൊരു നോയിട്രം കേസ് ആണ്. ദസ് ഈസ്റ്റ് കൈൻ ഹൗസ്, ദാറ്റ് ഈസ് നോട്ട് എ ഹൗസ്. ഇവിടെ ഹൗസ് എന്ന് പറയുന്ന നോമൻ നോയിട്രം ജെൻഡർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കും? ഉൺബെസ്റ്റിംഡർ കേസിൽ പറയുന്നത് പോലെ ദസ് ഈസ്റ്റ് ഐൻ ഹൗസ്, അതൊരു വീടാണ് എന്ന് പറഞ്ഞത് അതിലെ ഐനിന്റെ അവിടെ കൈൻ ചേർത്താൽ മതിയാകും. അപ്പോൾ എന്തു വരും? ദസ് ഈസ്റ്റ് കൈൻ ഹൗസ്, ദാറ്റ് ഈസ് നോട്ട് എ ഹൗസ്. ഇനി ഒരു ഫെമിനിൻ കേസ് എടുക്കുകയാണെങ്കിൽ സി ഈസ്റ്റ് കൈനെ ഏസ്റ്റിൻ, ഒരു ഫീമെയിൽ ഡോക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ജെൻഡർ എന്താണ്? ഫെമിനിൻ ആയിരിക്കും. എല്ലാവരും ആ ടേബിൾ ഒന്നുകൂടി നോക്കുക. ഫെമിനിൻ കേസിന്റെ നെഗേഷൻ ആർട്ടിക്കിൾ, നെഗാക്സിയോൺ ആർട്ടിക്കിൾ കൈനെ ആണ്. അപ്പോൾ സി ഈസ്റ്റ് കൈനെ ഏസ്റ്റിൻ, ഷീ ഈസ് നോട്ട് എ ഡോക്ടർ. അടുത്തത് പ്ലൂറൽ കേസ് ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് ദസ് സിന്ത് കൈനെ ഫ്ലാഷൻ, ദീസ് ആർ നോട്ട് ബോട്ടിൽസ്. ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്ലൂറൽ കേസിന്റെ നെഗാക്സിയോൺ ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത് കൈനെയാണ്. അതുകൊണ്ടാണ് ദസ് സിന്ത് കൈനെ ഫ്ലാഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നോമിനാറ്റീവ് കേസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബിസ് ബാൾഡ്, ചൂസ്.